അങ്ങനെ പറ. ഞാനത് താരത്തിൽ കാണിച്ചു. മധുരമായാലും അതിന്റെ ഇടക്ക്. അപ്പൊ ഗൈസ് അങ്ങനെ ബർത്ത്ഡേ കേക്ക് ഒക്കെ നമ്മൾ മുറിച്ച് അങ്ങനെ 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 ഭയങ്കര ഹാപ്പി പരിപാടികളൊക്കെ കഴിഞ്ഞു സന്തോഷമായിട്ട്. ഞാനല്ലല്ലോ അതെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ഞാൻ തിന്ന കേക്ക് പ്രാങ്ക് കേക്കായിരുന്നു. ഇവളുമാര് ശരിക്കും പറ്റിച്ചതായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഐശ്വര്യ കേസ് ഇപ്പൊ പറയുന്നതായിരിക്കും. എങ്ങനെയായിരുന്നു ഐശ്വര്യ കേസ്? ആദ്യം ഞങ്ങൾ 60 രൂപ കൊടുത്ത് ബ്രെഡ് മേടിച്ചു. പിന്നെ ഞങ്ങൾ വിപ്പിംഗ് ക്രീം മേടിച്ചു. പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് പ്രാങ്ക്, അതാണ് മെയിൻ. എന്നിട്ട് ഞങ്ങള് കേക്കൊക്കെ ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്ത് റൗണ്ടില് പാത്രമൊക്കെ വെച്ച് മുറിച്ച് ഷേപ്പാക്കി ഞങ്ങൾ ലെയർ ആക്കി വെച്ചു. എന്നിട്ട് ഞങ്ങൾ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്ത്, അത് ഷെന്നയാണ് നമുക്ക് ബീറ്ററൊക്കെ തന്ന് സഹായിച്ചത്. പിന്നെ അതൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് കേക്ക് വെച്ച്, അല്ല കേക്ക് ബ്രെഡ് വെച്ചു. പിന്നെ നമ്മള് എന്താ ആസ് യൂഷ്വൽ എന്താണ് അതിന്റെ പേര്, പാവയ്ക്ക ഒഴിച്ചു. പിന്നെ വിപ്പിംഗ് ക്രീം തേച്ചു. പാവയ്ക്ക അതിന്റെ സാധനങ്ങള് മീൻസ് അതിന്റെ വേസ്റ്റ് വരുമല്ലോ, മീൻസ് അരച്ചു കഴിയുമ്പോ അതിന്റെ മറ്റേ ഇങ്ങനെ കട്ടിയുള്ള അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട്, അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് വന്നില്ലെങ്കിലാന്ന് ഓർത്ത് അതൊക്കെ ഇട്ട് എല്ലാ ലെയറും ഇട്ട് സെറ്റ് ചെയ്ത് ബിഹൈൻഡ് ദ സീൻസ് കണ്ടിട്ട് പോയി കാണിക്കാനുണ്ടോ ബിഹൈൻഡ് ദ സീൻസ്? ആക്ച്വലി സന്തോഷിന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ അക്ക പറഞ്ഞായിരുന്നു ഇതിലേലും വലിയൊരു സർപ്രൈസ് അക്കയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് തല്ലി പൊളിക്കണമെന്ന് എന്റെ മനസ്സിൽ അന്നീ ഞാൻ ഓർത്തു. സത്യം പറഞ്ഞാല് ആലോചിച്ച് ഞങ്ങൾ പല ഐഡിയ. അപ്പൊ ഞങ്ങൾ ശാരിക്ക് പണ്ട് അരിപ്പൊടി വെച്ച് കേക്ക് അന്തയുടെ അമ്മയൊക്കെ ഉണ്ടാക്കി, ചിറ്റമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പൊ ഞങ്ങൾ അത് സെറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്ത തിന്നുമ്പോ തന്നെ ഒരു കേക്ക് അല്ലെന്നൊരു ഫീല് വരരുത്, കേക്ക് ആണെന്നൊരു ഫീല് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പാവയ്ക്ക് സെറ്റ് ചെയ്യാം. ഉഴുന്നിന്റെ രുചി എന്താണ്? കേക്കിന്റെ ഇതിന്റെ ബ്രെഡിന്റെ എല്ലാം കൂടെ മിക്സ് ആയി വന്നപ്പോ എന്തെങ്കിലും വന്നേ എനിക്ക് തോന്നുന്നില്ല. ആ ഇത് എന്തായാലും പാവക്കയുടെ ആ നീരിന്റെ ഇതും വിപ്പിംഗ് ക്രീം ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് നല്ല വന്നേരും. ആക്ച്വലി അതിന് എനിക്ക് ഒരു തോന്നിയ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഉഴുന്നില്ലേ, എനിക്ക് ഉഴുന്നിന്റെ വന്നു കയ്പ് വരുമ്പോ എനിക്ക് ഉഴുന്ന് വളിച്ചു പോയിട്ട് നമ്മള് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെക്കുന്ന ആ മാവില്ല ആ മണം കേക്കാണെന്നൊക്കെ വിശ്വസിച്ചു. ശരിക്കും ഞാൻ കേക്കാണെന്ന് വിശ്വസിച്ചു. പക്ഷെ ഇവരുണ്ടാക്കിയതാണെന്ന് ആദ്യത്തെ ഇതിൽ തോന്നിയത് പോലില്ല എഴുതിയിരിക്കുന്നത്. തന്നെ സർപ്രൈസ് ആയില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഒരു മാറ്റവും ഇല്ല. ബിക്കോസ് ഇത് സർപ്രൈസ് അല്ല, സർപ്രൈസ്. എന്താണേലും ഇന്ന് കേക്ക് മുറിക്കും, ഇല്ല നാളെ കേക്ക് മുറിക്കും, ഇല്ല മറ്റന്നാള് കേക്ക് മുറിക്കും. ഇത് മൂന്ന് എന്തായാലും മുറി ഉറപ്പാണെന്ന് അറിയാം. പക്ഷെ ഇന്നലത്തെ ഞാൻ ഓർത്തുമില്ല, ഞാൻ മറന്നു. എന്റെ ബർത്ത്ഡേ ആണ്, ആ ഒരു സെറ്റപ്പ് ഞാൻ വിട്ടുപോയായിരുന്നു. പിന്നെ അതുകൊണ്ട് കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇവളുമാരെ ഉണ്ടാക്കിയതാന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അല്ല അതെങ്ങനെയാ മനസ്സിലാന്നറിയാ, തിന്ന് ആദ്യമൊക്കെ ഭയങ്കര സന്തോഷം തിന്ന് ചവിച്ച് തിന്നിറക്കി. രണ്ടാമത് എല്ലാരും എനിക്ക് ശരിക്കും ഞങ്ങൾക്ക് പേടിയാണ് ടേസ്റ്റ് വരുവോ കയ്പ് വരുവോ നല്ലതാണെന്ന് വിചാരിച്ചല്ലോ ഉണ്ടാക്കിയത്. അല്ല ഞങ്ങള് ടേസ്റ്റ് ചെയ്തപ്പോ വിപ്പിംഗ് ക്രീമും കൂടെ ആയതുകൊണ്ട് മീൻസ് മധുരമായാലും അതിന്റെ ഇടക്ക്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ശാരിയുടെ കാര്യം ഓർമ്മ വന്നു. ഇവളുമാര് ഇതിനു മുന്നേ പണി കൊടുത്തിട്ടുണ്ട്, എന്തുവാ അരിപ്പൊടി കൊടുത്തിട്ടുള്ള. അപ്പൊ അതായിരിക്കും സെറ്റ്. പിന്നെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോ ഭയങ്കര വിഷമമായി. അനന്ത്യ സന്തോഷിന്റെ ആ എക്സ്പ്രഷന്, അയ്യോ അക്കേ ഞങ്ങൾ ഉണ്ടാക്കിയതാക്കി സീരിയസ് അനന്ത്യ സന്തോഷ് പറയുന്നത്. അപ്പൊ എനിക്ക് വിഷമമായി. അയ്യോ അവര് പിള്ളേർ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയില്ല, തിന്നാന്ന് പിന്നെ പറ്റത്തില്ല. എങ്ങനെ പിന്നെ ചിരിച്ചപ്പോ മനസ്സിലായി പ്രാങ്ക് പറ്റിച്ചത്. അപ്പൊ തുപ്പിക്കളയുന്ന കുഴപ്പമില്ല, ഇല്ലായിരുന്നു ഞാൻ തിന്നേനായിട്ട് നിങ്ങൾക്ക് വിഷമാകും എന്ന് ഓർത്തിട്ട് ആ വിഴുങ്ങി. കാരണം നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ദൈവമേ പാവങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് അത്ര നിസ്സാരമല്ല. പാവയ്ക്ക ഉണ്ടാക്കിയപ്പോ തന്നെ ഞങ്ങൾ എല്ലാരും അവര് ട്രൈ ചെയ്ത് അപ്പൂന് അന്നു ചേട്ടന് കൊച്ചു. പക്ഷേ നിങ്ങൾക്ക് അനുജ ചേട്ടൻ, അപ്പു, കൊച്ചു, അച്ചു ഗ്യാങ്സ്, പിന്നെ അക്കു, അവിടുത്തെ ടീംസ് എല്ലാരും ഭയങ്കര അഭിനയമായിരുന്നു. അപ്പച്ചിയുടെ വീട്ടിലെല്ലാവരും. അതെ അതെ. ഇന്ന് നമ്മുടെ അറിയാമെങ്കിലും ആരും അതെ അനന്ത്യ സന്തോഷിന്റെ എന്തായിരുന്നു അതിന്റെ പേര്, അടുക്കള കടലിൽ വെച്ചിട്ട് എല്ലാരും കണ്ടപ്പോഴാണെങ്കിലും എല്ലാരും വിഷ് ചെയ്തപ്പോഴും ആരുടെയും വൈന്ന് വന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും പക്ക ഓസ്കർ അഭിനയം. നിങ്ങൾക്ക് ഒരിത്. ബാക്കി ഗായ്സിന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുക എന്നുള്ളത് അറിയത്തില്ല. എങ്കിലും നമ്മുടെ സന്തോഷം അങ്ങ് പറഞ്ഞു പോവാണ്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് രണ്ടാമത്തെ കേക്ക് വന്നപ്പോഴായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു സർപ്രൈസ്. എല്ലാ ഐശ്വര്യ ഗാസിന്റെ ബ്രെയിൻ സമ്മതിച്ചു. ഐശ്വര്യ കേക്ക് നമ്മളില്ല. ഇത് എന്ന് ചെയ്തയാന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതിനകത്ത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഐശ്വര്യ കേസിന്റെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഗൈസ്. അത് കുഴപ്പമില്ല. എന്ന് ചെയ്തതാ 4/2/2025. തിരിച്ചാണോ വരേണ്ടത്? 4/2/4. ഇത് ഏപ്രിൽ 2. ഏപ്രിലാണോ? അതെ അതെ. നീ തന്നെ സെറ്റ് ചെയ്ത അന്ന് സെറ്റ് ചെയ്ത് വെച്ചത് 2.62 ഉള്ളപ്പം ഗൈസ്. 2.62 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടൈമില് ഇവള് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമുക്കിപ്പോ 3.07 ആയി. അപ്പം അതിനു മുമ്പ് ഞാൻ വെച്ചു ഇങ്ങനെ. അങ്ങനെ പിന്നെ ലാസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇത് ഇന്നലെ അവൾക്ക് സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ മെയിൻ കേക്കിലോട്ട് വരാം. അപ്പൊ ഈ കേക്ക് സെറ്റ് ചെയ്ത നമ്മുടെ ഷംനയാണ്. ഷംനയ്ക്ക് ഒത്തിരി 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 താങ്ക്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് അടിപൊളിയായിരുന്നു. അതെ, ഷംനയുടെ കോൺടാക്ട് നമ്പർ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. എല്ലാ സപ്പോർട്ടാണ്. അവള് ഡോക്ടറാണ്. അവളിവിടെ വരുമ്പോ നമുക്ക് ഫുൾ സപ്പോർട്ടിൽ എല്ലാം സെറ്റ് ചെയ്ത് തരും. ബഡ്ജറ്റ് ആയിട്ട് ചെയ്ത് തരും. അതെ, കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആക്ച്വലി ആ പ്രാങ്ക് കേക്കിന്റെ ഔട്ട്ലൈൻ ഔട്ട് ആയിട്ടുള്ള എല്ലാ അവളെ സെറ്റ് ചെയ്ത്. അങ്ങനെ പറ. അത് ഞാൻ പറയാ. ആ കേക്ക് ഞങ്ങൾ കാണിച്ചു തരാം. പ്രാങ്ക് കേക്ക് വന്നപ്പോഴത്തേക്കിനും കാരണം അതിന്റെ ഫൈനൽ ലുക്ക് ഞാനത് തരത്തി കാണിച്ചു. ഈ കേക്കും കൊണ്ട് വന്നിരുന്നെങ്കിൽ സമയമില്ലൊക്കെ. സമയമില്ലാത്തപ്പോ ഞങ്ങള് കത്തി പിച്ചാത്തോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാടി അണ്ടിയുടെ ഫോണിൽ കുറച്ചു നേരം കാണും. ഗായ്സ് എനിക്ക് വേല. എന്തായാലും ഷംനയ്ക്ക് ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പൊ ഷംനയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാരും അവിടെ പേജ് ഒന്ന് കയറി നോക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാരും എന്തായാലും കയറി അത് ചെക്ക് ചെയ്യണം. പിന്നെന്താ, പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടി. കഴിഞ്ഞ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. പക്ഷെ ഈ ബർത്ത്ഡേ വിചാരിച്ചാലും പക്കാ ബർത്ത്ഡേ ആയിരുന്നു. കണ്ണേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എല്ലാവർക്കും എനിക്കറിയത്തില്ല അങ്ങനെ എല്ലാരും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അച്ഛനും അമ്മയ്ക്കും ഹരിക്കുട്ടനും പുപ്പമ്മയ്ക്കും കൃഷ്ണയ്ക്കും അച്ചുവിനും അനന്തയ്ക്കും അമ്മുമ്മയ്ക്കും ഉണ്ണിച്ചേട്ടനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഇതില് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനും നമുക്ക് 3.7K ആയതിന്റെയും കൂടെ ഒരു സെലിബ്രേഷനും കൂടെ ആയിരുന്നു. അതും കൂടെയാണ്. അതിന് നിങ്ങൾ എല്ലാരും കൂടെ അതെ. അപ്പം നമ്മള് 5K ആയിട്ട് കേക്ക് മുറിക്കാനായിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ 3Kയിലും അത് ഇതായി. അപ്പൊ നിങ്ങളെല്ലാരും കൂടെ ഉള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് അല്ലേ. അതെ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദി പറയാനൊന്നും പറ്റുന്നില്ല. നന്ദി വണക്കം. അപ്പൊ അത്ര ഉള്ളൂ. ബൈ.